Let L be a finite dimensional normed space and let E be a closed subspace of L. Define E per P equals F belongs to L hash such that F of E equal to 0. Prove that E per pole per P equal to A. L എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷൻ നോർമൽ സ്പേസ് ആണെന്ന് നമുക്കറിയാം. E എന്ന് പറയുന്നത് Lൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്. അപ്പോൾ E എന്ന് പറയുന്നതും ഫൈനൈറ്റ് ഡയമെൻഷനിൽ തന്നെയായിരിക്കും. നമുക്കൊരു റിസൾട്ട് ഉണ്ട്. എവറി ഫൈനൈറ്റ് ഡയമെൻഷനൽ നോർമൽ സ്പേസ് ഈസ് റിഫ്ലെക്സീവ് എന്ന്. അപ്പോൾ E എന്ന് പറയുന്നത് എന്തായാലും റിഫ്ലെക്സീവ് ആയിരിക്കും. അതായത് E ഈക്വൽസ് E ഡബിൾ സ്റ്റാർ ആയിരിക്കും. ഇനി L എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷൻ ആയതുകൊണ്ടും എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷനിലെയും ലീനിയർ ഫംഗ്ഷനൽസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് L ഹാഷ് എന്ന് പറയുന്നത് L സ്റ്റാറിനോട് ഈക്വൽ ആണെന്ന് കിട്ടും. ഇനി ഇയിലത്തെ ഒരു എലമെൻറ്റ് എക്സ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇയിലുള്ളതുകൊണ്ട് തന്നെ E ഈസ് എ ക്ലോസ് സബ്സ്പേസ് ഓഫ് L ആണ് നമുക്കറിയാം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു L കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ കനോണിക്കൽ എംബഡിങ് വഴി നമുക്ക് ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു IX L ഡബിൾ സ്റ്റാറിൽ നമുക്ക് കിട്ടും. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് IX ഓഫ് F ഈക്വൽ ടു F ഓഫ് എക്സ് കനോണിക്കൽ എംബഡിങ്. ഇഫ് F ബിലോങ്സ് ടു E പെർപ്പ് ദെൻ IX ഓഫ് F ഈക്വൽസ് F ഓഫ് എക്സ് ദാറ്റ് ഈക്വൽ ടു 0 ആണ്. കാരണം E പെർപ്പിലാണ് F എടുക്കുന്നത്, അപ്പോൾ 0യിലേക്കാണ് മാപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് IX ഓഫ് F ഈക്വൽ ടു 0 ഫോർ ഓൾ F ബിലോങ്സ് ടു E പെർപ്പ്. അതായത് IX ഓഫ് E പെർപ്പ് ഈക്വൽ ടു 0. That is IX maps E perp to 0. IX belongs to E perp all perp എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ E perp all perpലെ ഒരു എലമെൻറ്റ് ഫൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യാണ്. എക്സ് എന്ന് പറയുന്നത് എല്ലിലുള്ള എലമെൻ്റ് ആണ്. ഇനി കാനോണിക്കൽ എംബഡിങ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിൽ ഓൺ ടു ആയിരിക്കും. അപ്പോൾ നമുക്ക് ദർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു എൽ സച്ച് ദാറ്റ് ഫൈ ഈക്വൽ ടു IX എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ഫൈ എന്ന് പറയുന്നത് നമ്മൾ E perp all perpലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈ ഓഫ് F ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ F ബിലോങ്സ് ടു E പെർപ്പ്. ദാറ്റ് ഇംപ്ലൈസ് IX ഓഫ് F ഈക്വൽ ടു 0 ഫോർ ഓൾ X ബിലോങ്സ് ടു E പെർപ്പ്. IX ഓഫ് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഓഫ് എക്സ് ആണ്. സോ F ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ X ബിലോങ്സ് ടു E പെർപ്പ്. അങ്ങനെ ആയതുകൊണ്ട് F ഓഫ് എക്സുകളെല്ലാം 0 ആയതുകൊണ്ട് ആ എക്സ് എന്ന് പറയുന്നത് കേണൽ Fലുണ്ടായിരിക്കും. എക്സ് ബിലോങ്സ് ടു E പെർപ്പിന് എല്ലാ എക്സുകളും കേണൽ Fലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേണൽ Fകളുടെ ഇൻ്റർസെക്ഷനിലും എക്സ് ഉണ്ടായിരിക്കും. അതായത് എക്സ് ബിലോങ്സ് ടു ഇൻ്റർസെക്ഷൻ ഓവർ എക്സ് ബിലോങ്സ് ടു E പെർപ്പ് കേണൽ F. ഇതെന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷൻ കേണൽ F എന്ന് പറയുന്നത് എന്താണ്? E പെർപ്പ് അണ്ടർ പെർപ്പാണ്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു E പെർപ്പ് അണ്ടർ പെർപ്പ്. ഇനി നമുക്കൊരു കൊറോളറി ഉണ്ട്. അതായത് L എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ L പെർപ്പ് അണ്ടർ പെർപ്പ് ഈക്വൽ ടു L എന്ന് പറഞ്ഞിട്ട് ഒരു കൊറോളറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് E എന്ന് പറയുന്നത് Lൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് E പെർപ്പ് അണ്ടർ പെർപ്പ് ഈക്വൽ ടു E എന്നുള്ള റിസൾട്ട് ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് കിട്ടും? എക്സ് ബിലോങ്സ് ടു E പെർപ്പ് അണ്ടർ പെർപ്പ് എന്ന് പറയുമ്പോൾ E പെർപ്പ് അണ്ടർ പെർപ്പ് ഈക്വൽ ടു E ആയതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു E ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഇയും E പെർപ്പ് ഓൾ പെർപ്പ് എന്ന് പറയുന്നതും തമ്മിലൊരു ഐസോമെട്രി അവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ നമുക്ക് കിട്ടും E ഈക്വൽസ് E പെർപ്പ് ഓൾ പെർപ്പ്. ഹെൻസ് ദ പ്രൂഫ്.